PM ശ്രീ പദ്ധതി ശ്രീ കെടുമോ? ഈ ശ്രീ കെടും എന്ന് മാത്രമല്ല, ഇത് വളരെ അപകടകരമായ ഒരു പോക്കിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന ഈ പദ്ധതിയുടെ അടിസ്ഥാനം തന്നെ അബദ്ധമാണെന്നുള്ളതാണ് ഇതിനകത്തെ കുഴപ്പം. കേരളത്തിൽ എത്രയാണ് 10 ലക്ഷത്തിലോളം സർക്കാർ സ്കൂളുകളുണ്ട്. കേരളം പോലെ വിദ്യാഭ്യാസത്തിൽ എല്ലായിടത്തും, എല്ലാ ജില്ലകളിലും, എല്ലാ പഞ്ചായത്തുകളിലും വളരെ സജീവമായ ഒരു വിദ്യാഭ്യാസ പ്രക്രിയയും സർക്കാർ സംവിധാനമൊക്കെ ഉള്ളൊരു സ്ഥലത്ത് 304 സ്കൂളുകളെ തെരഞ്ഞുപിടിച്ച് ആ സ്കൂളിന് 5 വർഷം കൊണ്ട് 1 കോടി വരെ കൊടുക്കുന്ന ഒരു പദ്ധതി. അതിനകത്ത് കരിക്കുലത്തിൽ മാറ്റം വരും. കാരണം NCERTയുടെ കരിക്കുലമായിരിക്കും ഇതിൻ്റെ ഭാഗമായിരിക്കും എന്ന് പ്രത്യേകം പറയുന്നു. പ്രധാനമന്ത്രിയുടെ പടം വയ്ക്കുമോ പാർട്ടിയുടെ ചിഹ്നം വയ്ക്കുമോ എന്നുള്ളൊക്കെ രണ്ടാമത്തെ പ്രശ്നം. പക്ഷേ NCERT സിലബസ് ആയിരിക്കും അപ്ലൈ ചെയ്യാമെന്ന് പറയുന്നു. ഈ സ്കൂളിനെ സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റുമെന്നും പറയുന്നു. ഒരു ബ്ലോക്കിൽ 2 സ്കൂളുകളാണ്. അപ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ ചില സ്കൂളുകളെ മാത്രം തിരഞ്ഞുപിടിച്ചിട്ട് അതിനൊരു പ്രത്യേക സിലബസും അതിനെ പ്രത്യേകമായ ഒരു സംവിധാനമൊക്കെ ഉയർത്തി വരുന്നതിൻ്റെ യുക്തി എന്താണ്? കേരളത്തിലെ വിദ്യാഭ്യാസം അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിലെ ഗോസായമാർക്ക് അറിഞ്ഞുകൂടെങ്കിൽ കേരളം പറഞ്ഞു തരും. കേരളത്തിൻ്റെ വിദ്യാഭ്യാസം അങ്ങനെയല്ല പോയിട്ടുള്ളത്. കേരളത്തിൻ്റെ വിദ്യാഭ്യാസം എല്ലാവരെയും ഒരുപോലെ കണ്ടുകൊണ്ട് എല്ലാ സ്കൂളുകളെയും വികസിപ്പിക്കുന്ന വളരെ വലിയ ഒരു പാരമ്പര്യവും ഇപ്പോഴത്തെ ഒരു സംവിധാനവുമുണ്ട്. ഇപ്പോൾ കിഫ്ബി പദ്ധതി വഴിയാണെങ്കിൽ സ്കൂളുകൾക്ക് അക്രോസ് ദ സ്റ്റേറ്റാണ് ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്താനുള്ള അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് ചില സ്കൂളുകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഇതെന്തോ ഭയങ്കര സംഭവമാക്കി പോകുന്നതിൻ്റെ അടിസ്ഥാനം തന്നെ തെറ്റാണ്. SLC സിലബസ് ഉള്ള സ്കൂളിൽ NCERTയുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ പ്രശ്നം. ഇത് നോർത്ത് ഇന്ത്യയിൽ തെരഞ്ഞുപിടിച്ച് ഒരു പഞ്ചായത്തിൽ ഒരു സ്കൂൾ പോലും ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെയെങ്കിലുമൊക്കെ അവിടെ ഒരു സ്കൂൾ നന്നായി പോട്ടെ എന്ന് പറയുന്ന അവിടുത്തെ വളരെ പിന്നോക്കമുള്ളൊരു അവസ്ഥയിലുള്ളവർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തൊരു പദ്ധതിയാണ്. ആ പദ്ധതി കേരളം പോലൊരു സ്ഥലത്ത്, തമിഴ്നാട് പോലൊരു സ്ഥലത്ത് വിദ്യാഭ്യാസത്തിന് എന്നേ മുമ്പിൽ നിൽക്കുന്ന, നോർത്ത് ഇന്ത്യക്കാലുമൊക്കെ ഒരുപാട് മുന്നോട്ട് നിൽക്കുന്ന ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്ന് ചിലവാക്കാൻ നോക്കരുത് എന്നുള്ളതാണ് BJP സർക്കാർ നോക്കിയെന്നുള്ളതാണ് BJP സർക്കാർ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം. ഇത് BJP സർക്കാർ മാത്രമല്ല, എല്ലാ കാലത്തും ഈ നോർത്ത് ഇന്ത്യയിലുള്ള ഉദ്യോഗസ്ഥരുടെയും മന്ത്രിമാരുടെയും ബുദ്ധി അങ്ങനെ പ്രവർത്തിക്കൂ. കാരണം അവർ നോർത്ത് ഇന്ത്യയെ കണ്ടിട്ടുള്ളതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ പദ്ധതിയുടെ അടിസ്ഥാനം തന്നെ തെറ്റാണ്. ഇനി ഈ പദ്ധതിയോടുള്ള ഇടതുപക്ഷത്തിൻ്റെയും കേരളത്തിൻ്റെ ആകെയുമുള്ള പ്രശ്നം എന്തായിരുന്നു? ഇത് തുടക്കമിട്ടിരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ നയത്തിലാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി BJP സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് വിദ്യാഭ്യാസത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ മെച്ചപ്പെടുത്തൽ മാത്രമല്ല, വിദ്യാഭ്യാസ കരിക്കുലത്തെ തന്നെ അടിമുടി പൊളിച്ചു പണിയാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം കൊണ്ടുവന്നത്. അന്ന് തന്നെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM-ഉം CPI-യും ഒക്കെ ഇതിനെതിരെ ശക്തമായ നിലപാടെടുത്തതാണ്, ശരിയായ കാരണങ്ങളാൽ. 3 പ്രശ്നങ്ങളുണ്ട്. അതിലേറ്റവും പ്രശ്നം കരിക്കുലത്തെ വർഗീയമായി തിരിക്കുന്നു എന്നുള്ളതാണ്. പണ്ടെങ്ങോ മുഗളന്മാരുമായി മത്സരിച്ചപ്പോൾ, യുദ്ധം ചെയ്തപ്പോൾ അന്ന് തോറ്റ മുണ്ടില്ലാതെ ഓടി എന്നുള്ളത് എന്തോ വലിയ വിഷമമായി കൊണ്ടു നടക്കുകയും അത് തിരുത്താനുള്ള ഒരു ശ്രമം അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. അല്ലെങ്കിൽ കുറേ കാലത്തെ മുഗൾ ചരിത്രം അത് പുസ്തകങ്ങളിൽ നിന്ന് മാറ്റുക. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടതിന് ശേഷം RSS നിരോധിക്കപ്പെട്ടു എന്നുള്ളത് അത് നമുക്ക് പഠിക്കേണ്ട എന്ന് വെക്കുക. ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ഗുജറാത്ത് കലാപമടക്കം ഇന്ത്യയിലെ പല കലാപങ്ങളുടെ കാര്യത്തിലും അങ്ങ് തമസ്കരിക്കുക. ഇതൊക്കെയാണ് ഈ കരിക്കുലത്തിലെ ചില ചെറിയ തമാശകൾ. പിന്നെ ചാണകത്തിൽ നിന്ന് യുറേനിയം ഉണ്ട്, പ്ലൂട്ടോണിയം ഉണ്ട്, പശുമൂത്രത്തിൽ നിന്ന് വേറെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്ന ആളുകളാണ് നമ്മുടെ മന്ത്രിമാർ. അത് വേറെ കാര്യം. അതൊക്കെ പുറകെ കരിക്കുലത്തിൽ ചേർത്തില്ലെങ്കിലും സംസാരിക്കാൻ വരുന്ന മന്ത്രിമാർ പറയും. പ്രധാനമന്ത്രി മോദിയാണല്ലോ പറയുന്നത് ഇന്ത്യയിലാണ് ആദ്യമായി പ്ലാസ്റ്റിക് സർജറി നടന്നത്, അത് ഗണപതിയായിരുന്നു എന്ന് പറഞ്ഞത്. അങ്ങനത്തെ വിട്ട് തങ്ങൾ വേറൊരു വശത്ത്. പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ സ്വകാര്യവൽക്കരണവും വിദ്യാഭ്യാസത്തിൻ്റെ വർഗീയവൽക്കരണവും കാരണം ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരമുള്ളൊരു മനുഷ്യന് മനസ്സിലാവുക. 2 കാരണങ്ങളാൽ. ഒന്ന്, ചില സ്കൂളുകളെ മാത്രം സെൻട്രൽ ഓഫ് എക്സലൻസ് ആക്കുന്നത് കേരളം പോലൊരു സ്ഥലത്ത് ശരിയാവില്ല എന്നുള്ളത് ഒന്ന്. 2, നിങ്ങളുടെ ഉദ്ദേശം വേറെയാണ്, നിങ്ങളുടെ തല തിരിഞ്ഞതാണ്. നിങ്ങൾ പുതിയ തലമുറയെ കൂടി വിഷലിപ്തമാക്കാനുള്ള ശ്രമമാണ് സംഘപരിവാരും അതിൻ്റെ മുകളിൽ നിൽക്കുന്ന BJP-യും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇടതുപക്ഷത്തിനും കേരളത്തിനും പൊതുസമൂഹത്തിനുള്ള തർക്കം. ഇത് കേരളത്തിൽ അടിച്ചേൽപ്പിക്കാൻ, കേരളം മാത്രമല്ല പല സംസ്ഥാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ എന്താണ് ചെയ്തത്? ഇത് പണ്ടേ ഉള്ള തന്ത്രമാണ്. എല്ലാ കാലത്തും എടുക്കുന്ന അതേ തന്ത്രമാണ്. ഞങ്ങൾ പറഞ്ഞത് കേട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യത്തിലുള്ള പണം തരില്ല. PM ശ്രീ എന്ന് പറയുന്നത് വെറും 304 കോടി രൂപയേ ഉള്ളൂ. ആ 304 കോടി രൂപ കിട്ടിയില്ല എന്ന് വെച്ച് അതും ഒരുമിച്ച് കിട്ടില്ല. ഇപ്പോൾ തന്നെ പദ്ധതി കുറച്ചായി കഴിഞ്ഞാൽ അതുകൊണ്ട് മുഴുവൻ കിട്ടാനും പോകുന്നില്ല. അതല്ല പ്രശ്നം സർവ്വശിക്ഷാ അഭിയാനാണ്. സർവ്വശിക്ഷാ അഭിയാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു കുറച്ചുകൂടെ വലിയ പദ്ധതിയാണ്. അത് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഉച്ചഭക്ഷണം, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, അതായത് ഭിന്നശേഷിയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യിപ്പിക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്കുള്ള ശമ്പളം, അതുപോലെ തന്നെ സ്കൂളിൻ്റെ ചെറിയ ഇൻഫ്രാസ്ട്രക്ചർ പണികൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന പദ്ധതിയാണ്. ആ പദ്ധതി കേരളത്തിന് കിട്ടിയിട്ട് 2-3 വർഷമായി ആ പദ്ധതി പ്രകാരമുള്ള പണം.
ശിവൻകുട്ടി ഒരു സമയത്ത് പറഞ്ഞത്, മന്ത്രി പറഞ്ഞത് അത് 1186 കോടി എന്നാണ്. ഇപ്പോൾ അത് 1400 കുടിശ്ശിക അടക്കമെന്ന് പറയുന്നു. എന്തോ ആട്ടെ, ഒരു 1200 കോടി രൂപ കേരളത്തിന് കിട്ടാനുണ്ട്. ഈ PM ശ്രീയും സർവശിക്ഷാ അഭിയാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല എന്ന് ഇവർ പറയൂ, ഒരു ബന്ധവുമില്ല. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അങ്ങനെ ഒരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് നമ്മളെ ബുദ്ധിമുട്ടുന്നത്. ആദ്യം പറഞ്ഞു കണക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സർവശിക്ഷാ അഭിയാന കണക്ക് പകുതിയെ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു കൊടുത്ത കണക്കുകൾ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. ഇതൊന്നുമല്ല കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ധർമ്മേന്ദ്ര പ്രധാനെ കാണാൻ പോയപ്പോൾ, വിദ്യാഭ്യാസ മന്ത്രിയെ കാണാൻ പോയപ്പോൾ, നിങ്ങൾ ആ PM ശ്രീ അങ്ങ് ഒപ്പിട്ട് തന്നേരെ, അതെന്നാൽ ഈ പണം അപ്പം റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് തെളിവൊന്നുമില്ല. പക്ഷേ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത് ഞാൻ വിശ്വസിക്കുകയാണ്. ഇങ്ങനെയാണ് എല്ലാ കാലത്തും ഓരോരോ പദ്ധതികളെയും സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത്. അത് ആരോഗ്യ മേഖലയിലായാലും, അത് വീടുകൾ വെച്ച് കൊടുക്കുന്ന പദ്ധതിയുടെ പേരിലായാലും, അത് മറ്റെന്തെങ്കിലുമൊക്കെ വലിയ വലിയ കേന്ദ്രത്തിൻ്റെ പുതിയ സ്കീമുകൾ വരുമ്പോഴായാലും എപ്പോഴും ഇങ്ങനെയാണ് പരിപാടി. സർവശിക്ഷാ അഭിയാൻ്റെ 1200 കോടി നമ്മളെ കാണിച്ചുകൊണ്ട് PM ശ്രീ പോലെയുള്ള ഒരു പദ്ധതിയിൽ, ഒരുപക്ഷെ അവർക്ക് ഈ കരിക്കുലത്തേക്കാൾ ഏറ്റവും വലുത് PM ശ്രീയുടെ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. സ്കൂളിൻ്റെ പേര് തന്നെ മാറ്റണം. ഇപ്പോൾ PM ശ്രീ ഇപ്പോൾ ഒരു സൈനിക് സ്കൂളാണെങ്കിൽ PM ശ്രീ സൈനിക് സ്കൂൾ എന്ന് വയ്ക്കുകയും പിന്നെ ഒരു വലിയ ചിത്രം കൊടുക്കുകയും വേണം. വേറെ ആരുടെയല്ല, നിങ്ങൾക്കറിയാവുന്ന പോലെ പതിവ് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ. ഇതാണ് പരിപാടി. ഈ കോമാളിത്തരത്തിന് ഞങ്ങൾ നിന്ന് തരില്ല എന്ന് കേരളം ശക്തമായ നിലപാടെടുത്തപ്പോൾ കേരളത്തിൻ്റെ 1200 കോടി രൂപ, അതായത് ഈ പ്രധാനമന്ത്രിയുടെ വീട്ടിലിരിക്കുന്ന പൈസയല്ല, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ്റെ വീട്ടിലിരിക്കുന്ന പണവുമല്ല, ഞങ്ങളടക്കമുള്ളവർ നികുതി പെയ്തതിൻ്റെ ഒരു ഷെയറാണ് കേന്ദ്രത്തിൽ കിട്ടുന്നത്. അതിൽ നിന്ന് തരേണ്ട പണമല്ലേ, മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കൊടുക്കുന്ന പണമല്ലേ? ആ പൈസയാണ് ചോദിച്ചത്. ആ പൈസ തരില്ല എന്നൊരു ധാർഷ്ട്യത്തിലാണ് നിൽക്കുന്നത്. അല്ലെങ്കിലും പണം അച്ചടിക്കാൻ വയ്ക്കുന്ന ഒരു പരിപാടിയും പ്രധാനമന്ത്രി വിടില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. പണ്ട് കോവിഡ് കാലത്ത്, കോവിഡ് വാക്സിൻ്റെ സമയത്ത്, കോവിഡ് വാക്സിൻ ഫ്രീ ആയി കൊടുക്കാൻ പറ്റില്ല 44 വയസ്സ് വരെയുള്ളവർക്ക് എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ്. അന്ന് കോടതി ചെവിക്ക് പിടിച്ചപ്പോഴാണ് ഒരു നാണമില്ലാതെ പിൻവലിച്ചത്. എന്നിട്ട് ഒരു ലജ്ജയുമില്ലാതെ പ്രധാനമന്ത്രിയുടെ പണം എല്ലാ കോവിഡ് സർട്ടിഫിക്കറ്റിലും അടിച്ചുവിട്ട ആളാണ്. ഇതാണ് മാന്യത. അപ്പോൾ ഒരു ചിത്രത്തിന് വേണ്ടി, അവരുടെ ആശയത്തിന് വേണ്ടി, അവരുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുക എന്നുള്ളതാണ് പ്രശ്നം. വിദ്യാഭ്യാസം അടിസ്ഥാനപരമായി കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇടപെടാവുന്ന മേഖലയാണെങ്കിലും, കൺകറന്റ് ലിസ്റ്റിലുള്ളതാണെങ്കിലും, സംസ്ഥാനങ്ങൾക്കാണ് അതിൻ്റെ അവകാശം എന്നുള്ളത് കേന്ദ്രം അംഗീകരിച്ചു കൊടുക്കേണ്ടതാണ്. ഇങ്ങനെ ഓരോന്നിൽ കയറി കളിച്ചുകൊണ്ടിരുന്നാൽ അവസാനം സംസ്ഥാനം എന്തിനാന്നുള്ള ചോദ്യം വരില്ലേ? അപ്പോൾ നിയമപരമായിട്ടോ നയപരമായിട്ടോ നൈതികപരമായിട്ടോ കേന്ദ്ര സർക്കാർ ഇങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ കൈകടത്തുന്നത് അംഗീകരിക്കാനേ ആവില്ല എന്നുള്ളതാണ് നിലപാട്. ഇത് കേന്ദ്രം ചെയ്യുന്നത് അനുചിതമാണെന്ന് പറയുന്നത് കേരളം നേടിയ വളരെ വലിയ നേട്ടങ്ങളെ ഇല്ലാതാക്കുന്നതുകൊണ്ടാണ്. നിങ്ങളൊക്കെ കൂടെ ഭരിച്ച നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരവും കേരളവും തമിഴ്നാടും പോലുള്ള സംസ്ഥാനങ്ങളിലെ വിദ്യാഭ്യാസ നിലവാരം മാത്രം നോക്കിയാൽ മതി. നിങ്ങളുടെ ഒന്നും സഹായമില്ലെങ്കിലും, നിങ്ങളുടെ ഒന്നും കരിക്കുലമില്ലെങ്കിലും ഇവിടുത്തെ കുട്ടികൾ പഠിക്കും, ഇവിടുത്തെ കുട്ടികൾക്ക് കൃത്യമായി വിദ്യാഭ്യാസം നേടാനും കഴിയും. പക്ഷേ പ്രശ്നം ഈ 1200 കോടി രൂപയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലമാകുമ്പോൾ ഒരു കോംപ്രമൈസ് ചെയ്യുകയാണോ എന്നുള്ളതാണ്. ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള എന്തെങ്കിലും കൈകൊടുക്കലാണോ എന്ന ഒരു ചോദ്യം വരാം. പക്ഷേ ആദ്യം 1200 കോടി രൂപ എന്ന് പറയുന്ന ഒരു ടാഗാണ് പ്രശ്നം. അത് ചെറിയ പൈസയല്ല ഇലക്ഷൻ കാലത്ത് എന്നുള്ളതാണ്. പല സ്കൂളുകളിലെയും സ്പെഷ്യൽ അധ്യാപകരുടെ ശമ്പളം മുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ എല്ലാമുള്ള അവസരത്തിൽ CPIM ഈ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. അതിനകത്തും കുറച്ചുകൂടി അനുചിതമായൊരു കാര്യം, ഈ കേന്ദ്രം തോന്നിയവാസം സംസ്ഥാനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുമെന്നതുപോലെ ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയിൽ CPIയോട് പോലും ആലോചിക്കാതെ ഈ നടപടിയുമായി മുന്നോട്ട് പോയി. ഏത് നടപടി? ഒരിക്കൽ LDFിൽ കൊണ്ടുവന്ന് ഇത് മാറ്റിവെച്ച ഒരു തീരുമാനമായിരുന്നു. ആ തീരുമാനമാണ് ഇപ്പോൾ CPIയോട് ചോദിക്കാതെ CPM എടുത്തത്. അത് വളരെ മോശമായൊരു കാര്യമാണ്. രാഷ്ട്രീയമായി 10 കാശിന് വേണ്ടി നിങ്ങളത് വിറ്റെന്നും, നിങ്ങളുടെ നയം വിറ്റെന്നും, അതുപോലെ തന്നെ മോദിക്ക് കൈകൊടുത്തു എന്ന് പ്രതിപക്ഷം പറയുന്നതിന് വളരെ വലിയ മേൽക്കൈ നേടിക്കൊടുക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ നടപടി. എല്ലാ കാലത്തും നിർണായകമായ നിലപാടുകളിൽ അവസാനം വെള്ളം ചേർക്കുന്നു എന്നൊരു ആരോപണം അല്ലെങ്കിൽ തന്നെ ഇടതുപക്ഷത്തിനെതിരെയുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ADB ലോൺ പ്രശ്നം വന്നപ്പോൾ കോഴിക്കോട് നഗരസഭയ്ക്ക് മുമ്പിൽ ADB സാഹിബന്മാരെ പൊരി വെയിലത്ത് AC ഇല്ലാത്ത കാറിൽ തടഞ്ഞ് 2-3 മണിക്കൂർ ഇരുത്തിയ ഒരു ചരിത്രമുണ്ട്. പിന്നെ ആ ADB ലോൺ ആര് വാങ്ങിച്ചു, ആരൊക്കെ ഉപയോഗിച്ചു എന്നുള്ളതും ചരിത്രം. അതുപോലെ തന്നെയാണ് സ്വകാര്യ സർവകലാശാല കൊണ്ടുവരുമ്പോൾ ആ സർവകലാശാല കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിൻ്റെ കൂടെ നിന്ന TP ശ്രീനിവാസൻ അടി വാങ്ങിച്ച് നിലത്ത് വീണത്. ഈ കാര്യത്തിൽ ഇടതുപക്ഷം വിദ്യാഭ്യാസ വകുപ്പ് ഒരു വിട്ടുവീഴ്ച ചെയ്താൽ നിങ്ങൾ പറയുന്ന എല്ലാ നിലപാടുകളും കാലാകാലങ്ങളിൽ തിരുത്തുന്നവരാകും എന്ന ഒരു ചീത്തപ്പേരോട് നിങ്ങൾ കേൾക്കും. ഞാൻ കരുതുന്നില്ല സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസ വകുപ്പ് അത് ചെയ്യുമെന്ന്. അതിൽ നിന്ന് പിന്മാറും എന്നാണ് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്.
Meet the editors.